ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് TDS, അതേപോലെ TDSൽ വരുന്ന സെക്ഷൻസ് എന്തെല്ലാമാണ്, ഓരോ സെക്ഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാലി A to Z എൻ്റെ ചാനലിൽ ഉണ്ട്. ഒരുപക്ഷെ ടാലി ഇത്ര അധികം ഉള്ള ഒരു ചാനൽ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ടാലിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അത് കിട്ടും. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് TDS എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ TDS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണ്, ഒരു ഇൻകത്തിന് മുകളിൽ കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ഈ TDS എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രധാന സോഴ്സാണ് എന്ത്, ടാക്സ് കളക്ഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്. അപ്പോൾ ഗവൺമെൻറ് ഉറപ്പ് വരുത്തുകയാണ് അവിടെ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. അപ്പോൾ സാധാരണയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ടാക്സ് കൊടുക്കുക. ഇതങ്ങനെയല്ല, നമ്മൾ മുന്നേ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10 ലക്ഷം സാലറി ഉള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ആയിട്ട് അയാൾ ഏകദേശം ഒരു 1 lakh സംതിങ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അസസ്മെന്റ് ഇയർ കഴിഞ്ഞിട്ടാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെന്റിന് അത് എന്താണ്, ഒരു ഉറപ്പില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ടാക്സ് പിടിച്ചു വെച്ച് ബാക്കിയുള്ളതാണ് എന്ത്, സാലറി ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഒരു അഡ്വാൻസ് ടാക്സ് ആണ്. അതായത് ഗവൺമെന്റ് എന്താണ്, ഉറപ്പ് വരുത്തുകയാണ് ചെയ്യണത് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അയാൾ ചിലപ്പോൾ അത് ലാപ്സ് ആക്കാൻ വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കറക്റ്റ് സമയത്ത്, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൺട്രോൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ടാക്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, വരുമാനത്തിന് മുകളിൽ അടയ്ക്കുന്ന ടാക്സ് ആണ് എന്ത്, TDS എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് ഇത് വരുമാനത്തിന് മുകളിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു സെക്ഷനും കൂടി വന്നിട്ടുണ്ട്. അതായത് 194N എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടി വന്നിട്ടുണ്ട്. അതായത് ക്യാഷ് വിഡ്രോവലിനെ കുറിച്ചിട്ടാണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ TDS പറഞ്ഞാൽ എന്താണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. എന്നാൽ TCS എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാക്സും കൂടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അപ്പോൾ നമുക്കത് TDS പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ TDSൽ വരുന്ന എല്ലാ സെക്ഷൻസും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ TDSലെ സെക്ഷൻ പറയുന്നത് 192 മുതൽക്ക് 195 വരെ ഉള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായും വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. സെക്ഷൻ 192 സാലറിയാണ്. അപ്പോൾ സാലറിയുടെ മുകളിലുള്ള ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്ഷൻ 192 എന്ന് പറയുക. അതായത് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതാണ്. അതായത് എംപ്ലോയർ ആണ് എന്ത്, ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് സാലറി തരുന്ന എംപ്ലോയർ നിങ്ങളുടെ ടാക്സ് എത്രയാണോ അത് കഴിച്ച് ബാക്കിയുള്ളതാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് തരുള്ളൂ. അപ്പോൾ എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, ഇത് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇത് ശമ്പളത്തിൽ നിന്ന് മാത്രമല്ല, അയാൾക്ക് എന്താണ്, വേറൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അതും കൂടി അയാൾ എംപ്ലോയറെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഉണ്ട്. എംപ്ലോയിക്ക് അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ ഒരു FD ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ FDയുടെ മുകളിൽ എന്താണ്, അതിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി എന്താണ്, എംപ്ലോയർക്ക് എന്താണ്, അത് റിവീൽ ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഈ സാലറിയുടെ ഒരു പ്രത്യേകത പറയുന്നത്, ബാക്കി എല്ലാറ്റിനും എന്താണ്, നിശ്ചിത ശതമാനമാണ്. 5%, 10% ഒക്കെയാണ് റേറ്റ്. എന്നാൽ സാലറിക്ക് അങ്ങനെയല്ല, അവിടെ സ്ലാബാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ വരുമാനത്തിനും എന്താണ്, ഓരോരോ സ്ലാബുകളുണ്ട്. അപ്പോൾ ആ സ്ലാബുകൾ നോക്കിയിട്ടാണ് അവിടെ അതിൻ്റെ റേറ്റുകൾ തീരുമാനിക്കുക. ബാക്കിയുള്ളതിനൊക്കെ ഓരോ റേറ്റുകളാണ്, ഫിക്സഡ് ആയിട്ടുള്ള ഓരോ റേറ്റുകളാണ്. എന്നാൽ സാലറിക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വരുന്നത്.
അടുത്ത് നോക്കിയാലോ 193 അതേപോലെ തന്നെ 194A ഇത് രണ്ടും എന്താണ് ഈ ഒരു ഇതിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ആൻഡ് അതർ ദാൻ ഇൻട്രസ്റ്റ്. അപ്പോൾ എല്ലാവിധ ഇൻട്രസ്റ്റുകളും എന്താണ് ഈ ഒരു സെക്ഷനിലാണ് വരിക. അതായത് ബാങ്ക് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻട്രസ്റ്റ്, പോസ്റ്റ് ഓഫീസിലുള്ളത്, ഇതെല്ലാം എന്താണ് ഈ ഒരു സെക്ഷനിലാണ് വരിക. അതായത് 40,000 വരെയാണെന്നുണ്ടെങ്കിൽ എന്താണ് TDS ഇല്ല. അതായത് ഇൻട്രസ്റ്റ് 40,000 വരെയാണെന്നുണ്ടെങ്കിൽ TDS ഇല്ല. എബോവ് 40,000 ആണെന്നുണ്ടെങ്കിൽ എന്താണ് 10% ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. എന്നാൽ ഇത് ഈ നേരത്തെ പറഞ്ഞ സെക്ഷൻസ് ഈ ബാങ്കുകളും ഇതിലൊക്കെയാണ്. ചിട്ടികളിലാണെന്ന് വിചാരിക്കുക 5,000 ആണ് ചിട്ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് അപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് വരുള്ളൂ. 10% തന്നെയാണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ്. പക്ഷെ അതിന്റെ ലിമിറ്റിനാണ് വ്യത്യാസമുള്ളത്. ഇപ്പൊ ചിട്ടിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് 5,000 ആണ് വരിക. നെക്സ്റ്റ് സെക്ഷൻ നോക്കിയാലോ 194C ആണ്. 194C എന്ന് പറയുന്നത് എന്താണ് TDS ഓൺ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ട് മാത്രമല്ല, അവിടെ എന്താണ് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൂടി എന്താണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടും. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തു വരുന്ന ആൾ ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെന്ന് വിചാരിക്കുക, അവിടെ TDSന്റെ റേറ്റ് വരുന്നത് 1% ആണ്. എന്നാൽ അതർ ദാൻ ഇൻഡിവിജ്വൽ ആണ് വിചാരിക്കുക, എക്സാമ്പിൾ കമ്പനി, ഫേം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2% ആണ് റേറ്റ് വരിക. ഇനി എപ്പോഴാണ് TDS അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നോക്കാം. അതായത് സിംഗിൾ പേയ്മെന്റ് ആണെന്ന് വിചാരിക്കുക, 30,000 30,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് TDS പിടിക്കും. എന്നാൽ ഒരു കണ്ടിന്യൂസ് പേയ്മെന്റ് ആണെന്ന് വിചാരിക്കുക, 1 lakhന് എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ TDS പിടിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 40,000 ആണ് ഉള്ളതെന്ന് വിചാരിക്കുക, എമൗണ്ട് 40,000 ആണ് കോൺട്രാക്ട്. ഒരു ആനുവൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആനുവൽ മെയിൻ്റനൻസിന്റെ കോസ്റ്റ് 40,000 വന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് TDS പിടിക്കും. എന്നാൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് പേയ്മെന്റ് ആയിട്ടാണ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം നമ്മൾ 4 or 5 പേയ്മെന്റുകളായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് 1 lakhൽ എക്സീഡ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് TDS പിടിക്കണം. നെക്സ്റ്റ് വരുന്നത് 194D, 194G ആൻഡ് H. ഈ മൂന്നും ഒരു സെക്ഷനിൽ വരുന്നതാണ്. അതായത് കമ്മീഷൻ ആണ്. അതിന്റെ നേച്ചർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതായത് 194D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്മീഷൻ ആണ്. 194G എന്ന് പറഞ്ഞാൽ അത് ലോട്ടറിയുടെ മുകളിൽ ലോട്ടറി സെയിലുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനാണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബ്രോക്കറേജ് കമ്മീഷനാണ്. ഇതിന്റെ മൂന്നിന്റെ റേറ്റ് വരുന്നത് എന്താണ് 5% ആണ്. അതേപോലെ ലിമിറ്റ് വരുന്നത് എന്താണ് 15,000 ആണ്. ഇപ്പൊ 15,000 എബോവ് ആണെന്നുണ്ടെങ്കിലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. 194I ആണ്. 194I എന്ന് പറഞ്ഞാൽ എന്താണ് റെന്റ് ആണ്. അതായത് ആനുവൽ റെന്റ് 2,40,000 എബോവ്, അതായത് മന്ത്ലി റെന്റ് അപ്പോൾ 20,000 എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ TDS പിടിക്കണം. അപ്പോൾ TDSന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ് 10% ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടിക്കാണ്. ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ റേറ്റ് ആണ് ഈ 10% എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷറി ഒക്കെയാണ് നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റേറ്റ് വരുന്നത് എന്താണ് 2% ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ് 194IA ആണ്. അതായത് ഇത് ഇമൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 50 lakhന് എബോവ് ആണ് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ബയർ എന്താണ് 1% TDS കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് സെല്ലർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതായത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതെന്താണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്, അത് കഴിച്ച് ബാക്കിയുള്ളതാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 26 QB ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 194J ആണ്. ഫീ ഓർ പ്രൊഫഷണൽ ടാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എന്താണ് 10% ആണ്. ലിമിറ്റ് വരുന്നത് 30,000 ആണ്. 30,000 എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിന് മുകളിൽ TDS കൊടുക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 194 ആണ്. 194 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. അതായത് 2020 April 1 മുതൽക്കാണ് ഈ ഒരു സെക്ഷൻ വന്നിട്ടുള്ളത്. ഡിവിഡൻഡ് ആരാണോ റിസീവ് ചെയ്യുന്നത് അവരാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. അതേപോലെ തന്നെ റേറ്റ് പറയുന്നത് 10% ആണ്. അപ്പോൾ 5,000 എബോവ് ആരെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ടാക്സ് കൊടുക്കണം. ഇനി അവർ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 15G അല്ലെങ്കിൽ H ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 194K ആണ്. അതായത് മ്യൂച്വൽ ഫണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ മറ്റൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലിമിറ്റ് വരുന്നത് 5,000 തന്നെയാണ്. റേറ്റ് വരുന്നത് 10% തന്നെയാണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 194LA ആണ്. ഇതൊരു കമ്പൽസറി അക്യൂസേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ടാക്സ് ആണ് ഇത്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് 2.5 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് അവിടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. 10% ആണ് റേറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ പറയുന്നത് 194N ആണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരു വരുമാനമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു ക്യാഷ് വിഡ്രോവലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ 20 ലക്ഷത്തിന് മുകളിലാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്താണ് നമ്മൾ 2% ടാക്സ് കൊടുക്കണം. അപ്പോൾ 2% അതിൻ്റെ TDS റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ക്യാഷ് വീട് പണിയോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി അടച്ചിരിക്കണം. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 2%. എന്നാൽ 1 crore എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് TDS റേറ്റ് വരുന്നത് എന്താണ് 5% ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ പറയുന്നത് സെക്ഷൻ 195 ആണ്. ഇതെന്താണ് പേയ്മെന്റ് ടു നോൺ റെസിഡന്റ് ആണ്. അതായത് നിങ്ങൾ ഒരു നോൺ റെസിഡന്റിന് പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ടാക്സ് എന്താണ് TDS അവിടെ എന്താണ് TDS പിടിക്കണം. ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് ഇവിടെ എന്താണ് നാച്ചുറൽ ഇല്ല. നമ്മൾ ഇതിന് മുമ്പുള്ളതിനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ റേറ്റ് ഡിവിഡൻഡ് ഇങ്ങനെയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഇല്ല. ഏത് നാച്ചുറൽ ആണെന്നുണ്ടെങ്കിലും എന്താണ് ഈ 195 സെക്ഷനിലാണ് അത് വരിക. അപ്പോൾ റേറ്റ് വരുന്നത് എന്താണ് 30% ആണ്. ലാൻഡ് ഇടപാടുമായിട്ടാണെന്നുണ്ടെങ്കിൽ 20% ആണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NRI ആയിട്ടുള്ള ആൾ അയാളുടെ ലാൻഡ് വിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ബയർ TDS പിടിക്കേണ്ടത് എന്താണ് ഈ ഒരു സെക്ഷനിലാണ് പിടിക്കേണ്ടത്. 195 പിടിക്കേണ്ടത്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് TDSനെ കുറിച്ചിട്ടാണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി എന്താണ് TCS എന്നുള്ളത് നോക്കാം. TCS എന്ന് പറഞ്ഞാൽ എന്താണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അതായത് ആദ്യത്തേത് വരുന്നത് ഡിഡക്ഷൻ ആണ്, മറ്റേതിൽ എന്താണ് ഒരു കളക്ഷൻ ആണ്. അപ്പോൾ ഇത് TDS പറയുന്നത് ഒരു ഇൻകമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ TCS എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങിക്കുന്നു. അപ്പോൾ കാർ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ മുകളിൽ എന്താണ് 1% കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ ഷോറൂം ഉടമയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നാലേ കാറ് ഡെലിവറി ആകുള്ളൂ. അപ്പോൾ അവിടെ TDS പറഞ്ഞാൽ ഡിഡക്ഷൻ ആണെങ്കിൽ TCS പറഞ്ഞാൽ എന്താണ് ഒരു അഡീഷൻ ആണ് വരുന്നത്. അവിടെ കുറയ്ക്കല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ സാലറിയുടെ കാര്യത്തിൽ എംപ്ലോയിക്ക് ഇത് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അതും കൂടി അഡീഷണൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് TCS എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.